മടങ്ങി വരാം വീണ്ടും മെട്രോ സ്വപ്നങ്ങളിലേക്ക്. ശ്രീ വിനയ് ഫോർട്ട്, താങ്കൾ മെട്രോ റെയിലിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്കളുടെ ഏറ്റവും സുഖകരമായ ഒരു മെട്രോ റെയിൽ യാത്രാനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാനാകെ ബോംബെ മെട്രോയിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. മറ്റേ ശ്രീ രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം എന്ന സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് വളരെ നല്ല അനുഭവമായിരുന്നു. പക്ഷേ നിലവിൽ പല ആളുകളും പങ്കുവയ്ക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് കൊച്ചി മെട്രോ റെയിലിൽ ആവശ്യത്തിന് യാത്രക്കാരുണ്ടാകുമോ അത് നഷ്ടത്തിലാകുമോ എന്നൊക്കെയാണ്. അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ആദ്യത്തെ സന്ദർഭത്തിൽ ചിലപ്പോൾ ആൾ കുറഞ്ഞാൽ പോലും ഇപ്പോൾ ഡൽഹി മെട്രോ തന്നെ എയർപോർട്ട് മെട്രോ ആൾ കുറവാണ്. പക്ഷേ മറ്റ് മെട്രോയിൽ നല്ല ആൾക്കൂട്ടമാണ്. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യാത്രക്കാരുടെ പിന്നെ ഫീസ് കൊണ്ടല്ല ഇത് രക്ഷപ്പെടാൻ പറ്റുന്നത്. മൊത്തം ഡെവലപ്മെൻറ്റ്, ഓവറോൾ ഡെവലപ്മെൻറ്റാണ് നമുക്ക് മെട്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കൊച്ചിൻ മെട്രോ ഈ ആദ്യത്തെ ഘട്ടം തൃപ്പൂണിത്തുറ വരെ ആയിക്കഴിഞ്ഞാൽ ഇന്നലെ ശ്രീധരൻ പറഞ്ഞത് ആവശ്യത്തിന് യാത്രക്കാരുണ്ടാകും. പിന്നെ ഇത് ലാഭകരമായില്ലെങ്കിൽ വലിയ നഷ്ടമില്ലാതെ നമുക്ക് ആദ്യത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം കൂടി വരുമ്പോൾ ഈ സിറ്റുവേഷനൊക്കെ മാറും. ഇതേ ചോദ്യം തന്നെയാണ് എനിക്ക് പി രാജീവനോട് ചോദിക്കാനുള്ളത്. മെട്രോയ്ക്ക് അനുമതി നൽകുന്ന ഘട്ടത്തിൽ ആദ്യം കേന്ദ്രം ഉന്നയിച്ച പ്രധാനപ്പെട്ട തർക്കം എന്ന് പറയുന്നത് കൊച്ചിയിലെ ജനസംഖ്യ 10 ലക്ഷത്തിൽ താഴെയാണ്, അവിടെ മെട്രോ കൊണ്ടുവന്നാൽ ലാഭകരമാവില്ല എന്നൊക്കെയായിരുന്നു. കൊച്ചി മെട്രോ ലാഭകരമാകാൻ ഏതാണ്ട് എത്ര നാളെടുക്കും, അല്ലെങ്കിൽ ലാഭകരമാകുമോ? താങ്കളുടെ പ്രതീക്ഷ എന്താണ്? അതിന് മുമ്പൊരു കാര്യം, ഞാൻ എല്ലാവരോടും മെട്രോ യാത്രാനുഭവം ചോദിച്ചല്ലോ. 87 ഞാൻ കൽക്കട്ട മെട്രോ യാത്ര ചെയ്യുമ്പോൾ വളരെ രസകരമായി നമ്മൾ ടിക്കറ്റ് എടുത്ത് ടോക്കൺ ഇട്ട് കയറാണല്ലോ. ആ മെഷീൻ, ആ സംവിധാനം അന്ന് കൈകാര്യം ചെയ്യുന്നത് കെൽട്രോണാണ്, നമ്മുടെ കെൽട്രോൺ. ഇപ്പോൾ അതെല്ലാം വിദേശ കമ്പനികളിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ലണ്ടൻ മെട്രോ ട്യൂബിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒന്നിച്ച് G8 സബ്മിറ്റിന് പോയ സന്ദർഭമാണ്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് അവിടെ ബോംബ് സ്ഫോടനം. അത് പിന്നെ ഒരു മെട്രോയിൽ അത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ മെട്രോകളിൽ ഇപ്പോൾ ലണ്ടൻ മെട്രോ ലാഭകരമാണ്. ലോകത്തെ അധികം മെട്രോകളൊന്നും ലാഭകരമല്ല. കാരണം ഇത് ജനങ്ങൾക്കും സമൂഹത്തിനും നൽകുന്ന സേവനമാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത് ഈ PPP എന്നുള്ളത് മെട്രോയ്ക്ക് പ്രായോഗികമാവില്ല. കാരണം PPPയിൽ ആളുകൾ പണം നിക്ഷേപിക്കുന്നത് എളുപ്പത്തിൽ തിരിച്ച് ലാഭം കിട്ടുന്ന മേഖലയിലാണ്. മെട്രോ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ പൊതുവെ സമൂഹത്തിന് മെച്ചമായിരിക്കും. ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ ലുലു മാളൊക്കെ തുടങ്ങിയപ്പോൾ കേരളത്തിൽ നിന്ന് എല്ലായിടത്തും വണ്ടി പിടിച്ച ആളുകൾ മാള് കാണാൻ പോകും. അതുപോലെ ഒരു ആദ്യത്തെ 5-6 മാസം പ്രത്യേകിച്ച് വെക്കേഷനൊക്കെ വരുമ്പോൾ എല്ലാ പ്രദേശത്തുനിന്നും വണ്ടി പിടിച്ച ആളുകൾ മെട്രോ കയറാൻ വരും. പിന്നെ നാം ചെയ്യേണ്ടത് പൊതു ട്രാൻസ്പോർട്ടിങ്ങിലേക്ക് ആളുകൾ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ബസ്സുകൾ 3 കമ്പനിയായി മാറി, ഓട്ടോറിക്ഷകളെല്ലാം കൂടി ഒറ്റ സഹകരണ സംഘമായി മാറി, മറ്റ് ഫീഡർ സംവിധാനം വരുന്നു. അതോടുകൂടി കാറിലും ബൈക്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ നല്ലൊരു പങ്കും ഇതിലേക്ക് ആകർഷിക്കപ്പെടാൻ കഴിഞ്ഞാൽ നന്നായി തന്നെ ലാഭനഷ്ടങ്ങളില്ലാതെ തന്നെ പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഞാൻ മടങ്ങി വരാം. വിനയ് ഫോർട്ട് ഇപ്പോഴും ലൈനിൽ തുടരുകയാണ്. വിനയ് ഫോർട്ട്, താങ്കളുടെ മെട്രോ യാത്രാ അനുഭവങ്ങളായിരുന്നു നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. മറ്റൊന്ന് ഞാൻ പറയുന്നത്, സിനിമക്കാരെ സംബന്ധിച്ച് കൊച്ചിയിൽ തന്നെ പുതിയൊരു ലൊക്കേഷൻ കൂടി കിട്ടുകയാണ്, മെട്രോ ട്രെയിൻ എന്ന് പറയുന്നത്. പുതിയ ലൊക്കേഷൻ എങ്ങനെ ആസ്വാദകരമായിരിക്കുമോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞ മെട്രോ അല്ലെങ്കിൽ കൂടി ട്രെയിനും റെയിൽവേ സ്റ്റേഷനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നും സിനിമയിൽ ഉപയോഗപ്പെട്ടകളാണ്. അതുകൂടാതെ എന്താ പറയുക, ഭയങ്കര രസമാണ് ശരിക്കും. ട്രെയിനായി കഴിഞ്ഞാലും നമ്മൾ സിനിമ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യമുണ്ടായ സിനിമ മുതൽ തന്നെ ട്രെയിൻ വളരെ രസകരമായിട്ട് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ഥിരം കണ്ട് മടുത്ത കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഭയങ്കര രസമുള്ള ഒരു ട്രെയിനുമായി ബന്ധപ്പെട്ട സിനിമകൾ ഉണ്ടാകട്ടെ. പിന്നെ ആകെയുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനും റെയിൽവേ സ്റ്റേഷനും സിനിമാക്കാരെ സംബന്ധിച്ച് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, അതായത് ഒരു ദിവസം ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ മുടക്കേണ്ടതായി വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മെട്രോ ഒക്കെ വന്നു കഴിയുമ്പോൾ, അതായത് നമ്മൾ സിനിമാ പ്രവർത്തകരെ കുറച്ചും കൂടി കൺസിഡർ ചെയ്ത് റീസണബിൾ ആയിട്ടുള്ള ഒരു റെൻറ്റിലൊക്കെ ഞങ്ങൾക്ക് സിനിമ മെട്രോയിൽ ഷൂട്ട് ചെയ്യാനുള്ള അനുമതി ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്.
എഴുത്തുകാരൻ സേതു ഇപ്പോഴും ലൈനിൽ തുടരുകയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങയുടെ മെട്രോ അനുഭവങ്ങൾ, ഒപ്പം കൊച്ചിയുടെ യാത്രാനുഭവങ്ങൾ എങ്ങനെ മാറും തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, ഈ മെട്രോയ്ക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റി എഴുതപ്പെട്ട കുറേ ആളുകളെ കുറിച്ചല്ലേ. ഉദാഹരണമായി വീടും സ്ഥലവും ഒഴിഞ്ഞുകൊടുത്ത ആളുകൾ, കൂടാതെ ഗുജറാത്ത്, ബീഹാർ, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമെത്തി കേരളത്തിൽ വർഷങ്ങളോളം പണിയെടുത്ത 6000-ഓളം തൊഴിലാളികൾ, ഇവരെയൊക്കെ കൂടി നമ്മൾ ഓർക്കേണ്ടതല്ലേ ശ്രീ സേതു? ഒരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇന്ന് ഇതുപോലെയുള്ള വലിയ പ്രോജക്റ്റുകളുടെ എല്ലാം പുറകിൽ. അത് വാസ്തവത്തിൽ അവരെ നമ്മൾ എങ്ങനെ ഏത് തരത്തിൽ ആദരിക്കുന്ന എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അവർക്കൊരു സദ്യ കൊടുത്തു എന്ന് പറഞ്ഞു. അതിനൊക്കെ അപ്പുറമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബോണസോ എന്തെങ്കിലും ഗിഫ്റ്റോ ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത്, ഇത്തരം ഏത് പ്രോജക്റ്റിൻ്റെയും പുറകിൽ ഒരുപാട് അർപ്പണബോധത്തോടെയുള്ള ആളുകൾ കാണും. ഉദ്യോഗസ്ഥന്മാരായാലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധം നമുക്ക് മുഖമില്ലാത്ത പേരറിയാത്ത എത്രയോ ആളുകൾ. അപ്പം നേരത്തെ പ്രദീപ് ചോദിച്ച ഒരു ചോദ്യം, യാത്രക്കാരുണ്ടാവുമെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ യാത്രക്കാർ കൂടുമോ എന്നുള്ള ഭയമുള്ളൂ എനിക്ക്. കാരണം ഇപ്പോൾ 4 കോച്ചേ ഉള്ളൂ. ഇപ്പോൾ ദുബായ് മെട്രോ വന്നപ്പോൾ അവിടെ യാത്രക്കാരുണ്ടാവുമോ എന്നുള്ള വലിയ പേടിയായിരുന്നു. ഇപ്പോൾ അവിടെ ഓവർ ക്രൗഡഡാണ്. ഇതുപോലെ കൽക്കത്ത ആയാലും ഡൽഹി ആയാലും അതൊരു പ്രശ്നമല്ല. പ്രത്യേകിച്ച് മലയാളി, ഇപ്പോൾ ലുലുമാൾ തന്നെ, ലുലുമാൾ വന്നപ്പോൾ എന്ത് ബഹളമാണ് കാണാനായിട്ട്. മലയാളി ഇത്തരം കാര്യങ്ങളുടെ പുറകെ നിൽക്കുന്ന ആളാണ്. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഈ ഡെയിലി കമ്മ്യൂട്ടേഴ്സ്, ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ഡെയിലി കമ്മ്യൂട്ടേഴ്സിന് വേണ്ടിയുള്ള മന്ത്ലി സീസൺ ടിക്കറ്റ് വന്നാലാണ് ഇതിന് റെഗുലറായ ആളുകൾ വരുന്നത്. കോച്ചുകൾ കൂട്ടേണ്ടി വരും, ഒരു സംശയമില്ല എനിക്ക്. പക്ഷേ വയബിലിറ്റി ഒന്നും ഇതിൻ്റെ ഒരു ഇഷ്യൂ അല്ല. അപ്പോൾ ഞാൻ ഈ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിച്ചുള്ള ആളെന്നുള്ള നിലയിൽ ഇത് മെട്രോ തന്നെ വയബിളാവെന്ന് പ്രതീക്ഷിക്കേണ്ട. അതിനൊക്കെ വളരെ സമയം പിടിക്കും. കാരണം ലോകത്ത് തന്നെ ഇപ്പോൾ ലണ്ടൻ എന്ന് പറഞ്ഞാൽ എത്ര വർഷം പഴക്കമുള്ള മെട്രോ ആണ്. ഇപ്പോൾ രാജീവ് പറഞ്ഞ പോലെ ഇവിടെ അതിൽ അനുബന്ധ സേവനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇപ്പോൾ വണ്ടിയിൽ ബന്ധപ്പെട്ട പരസ്യങ്ങളോ അതുമായിട്ടുള്ള അതൊന്നും വലിയൊരു ഘടകമല്ല. ഇതോട് ചേർന്ന് മാളുകൾ വരും, ആ ഏരിയ ഡെവലപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നപ്പോൾ ആ വിമാനത്താവളത്തിൻ്റെ വരുമാനം മാത്രമല്ല, ആ ഏരിയ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നു, ഇപ്പോൾ ആ സൈക്കിൾ, ആ ഫീഡർ സർവീസ് എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഇതേവരാരും പറയാതിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാർക്കിംഗ് ഏരിയ ആണ്. നമ്മൾ ഈ പാർക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും കാർ പാർക്കിങ്ങിനെ പറ്റി പറയും. അപ്പോൾ ഈ 2 വീലർ പാർക്കിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ലോകത്തെ എല്ലാ മെട്രോ സ്റ്റേഷൻസിലും 2 വീലേഴ്സ് കൊണ്ടുവച്ചിട്ട് വണ്ടിയിൽ പോയിട്ട് തിരിച്ചു വന്ന് 2 വീലേഴ്സ് എടുക്കുന്ന സമ്പ്രദായമുണ്ട്. അതിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച്, ട്രെയിനിലെ സുരക്ഷാ സംവിധാനങ്ങൾ, പ്ലാറ്റ്ഫോമിലെ സുരക്ഷാ സംവിധാനങ്ങൾ, ഇവയെക്കുറിച്ച് ഒക്കെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. റിയ പറയും. എന്തായാലും മെട്രോ യാത്ര ജൂൺ 17 മുതൽ ആരംഭിക്കുമ്പോൾ മെട്രോ യാത്ര ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ മുൻകരുതൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഈ ബോർഡിൽ പ്രധാനമായും സൂചിപ്പിക്കുന്ന കാര്യം അടിയന്തര ഘട്ടത്തിൽ എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ അമർത്തുക എന്നുള്ളതാണ്. എല്ലാ മെട്രോ കോച്ചുകളുടെ അകത്തും ഇത്തരത്തിൽ ഒരു എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ഈ സ്റ്റോപ്പ് ബട്ടൺ അമർത്തിയാൽ യാത്രക്കാർക്ക് ഡ്രൈവറുമായി നേരിട്ട് സംസാരിക്കാനുള്ള സൗകര്യമുണ്ടാകും. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഹാൻഡ് റെയിലിൽ പിടിക്കുക എന്നുള്ളതാണ്. മെട്രോയ്ക്ക് അകത്ത് കയറുമ്പോഴും സഞ്ചരിക്കുമ്പോഴുമുള്ള ഒരു മുൻ നിർദ്ദേശം എന്ന നിലയിലാണ് ഇത്തരമൊരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മഞ്ഞ വരകൾക്കുള്ളിൽ നിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം മെട്രോയ്ക്ക് സഞ്ചരിക്കാനുള്ള ഒരു ക്രമീകരണം ഒരുക്കുക എന്നുള്ളതാണ്. മറ്റു നിർദ്ദേശങ്ങൾ കൂടി കൊടുത്തിരിക്കുന്നത് മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക, സമയത്തും എസ്കലേറ്റർ കൂടി ഓടുന്നതും അനുവദിച്ചിട്ടില്ല. ഒപ്പം തന്നെ കുട്ടികളെ പടികളിൽ ഇരുത്തുകയോ നിർത്തുകയോ ചെയ്യരുത്. അധിക ഭാരമുള്ള വസ്തുക്കൾ മെട്രോ യാത്രയിൽ മെട്രോയ്ക്കകത്ത് അനുവദിച്ചിട്ടില്ല. വീൽ ചെയർ അനുവദനീയമല്ല. വീൽ ചെയർ അനുവദനീയമല്ല എന്ന് പറയുമ്പോൾ തന്നെ മെട്രോയ്ക്കകത്ത് പ്രത്യേക പരിഗണനയുള്ളവർക്ക് സ്പെഷ്യൽ ഇരിപ്പിടങ്ങൾ, നിൽക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ മെട്രോയ്ക്കകത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യമാണ് കൊച്ചി മെട്രോ ഒരുക്കിയിരിക്കുന്നത്. ശ്രീ കെ വി തോമസ് മാഷ്, നമ്മൾ മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് മെട്രോയുടെ പേട്ട ഭാഗത്തേക്കുള്ള എക്സ്റ്റൻഷനെ കുറിച്ചാണ്. പക്ഷേ ശരിക്കും മെട്രോ നെടുമ്പാശ്ശേരിയിലേക്കായിരുന്നില്ലേ ആദ്യം നീട്ടേണ്ടിയിരുന്നുവെന്ന്? നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ ഒരു കൺസെപ്റ്റ് വെച്ചാൽ ആ കൺസെപ്റ്റ് തുടങ്ങുന്ന ആരുമായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആദ്യത്തെ ഫേസ് കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് കാക്കനാടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നെടുമ്പാശ്ശേരിയാണ്. ഇതൊരു ഘട്ടമായിട്ട് നടപ്പിലാക്കാൻ കഴിയത്തുള്ളൂ. കാരണം അതുമാത്രമല്ല, ഇതിൽ ഒരു ഘട്ടം തുടങ്ങിയാലേ ഇതിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ സാങ്കേതികമായ കാര്യങ്ങൾ പോലും
നമുക്ക് പഠിച്ച് പിന്നെ അത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒറ്റയടിക്ക് എല്ലാം കൂടി നടത്താൻ ഒരു പ്രോജക്റ്റിനും കഴിയത്തില്ല. ഇല്ല, അതില്ല. പക്ഷേ ആദ്യം തന്നെ പലരും ഉന്നയിച്ച ഒരു ആവശ്യമെന്ന് പറയുന്നത് മറ്റേത് വൻ നഗരങ്ങൾ നോക്കിയാലും അല്ലെങ്കിൽ ചെന്നൈയിൽ നോക്കിയാൽ തന്നെ വിമാനത്താവളത്തിന് ഉള്ളിൽ കൂടിയാണ് മെട്രോ റെയിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഏറെ സഹായകവുമാണ്. അത്തരത്തിൽ ആലുവയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് നെടുമ്പാശ്ശേരിയിലേക്കുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരുടെ ആവശ്യങ്ങളുണ്ട്. പക്ഷേ അത് നമുക്ക് പ്രായോഗിക തലത്തിൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഡൽഹി മെട്രോയിൽ പിന്നെ എയർപോർട്ട് മെട്രോ ലാഭകരമല്ല, ആളില്ല. അപ്പം അങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ട്. കാരണം ഡൽഹി എയർപോർട്ടിൽ വരുന്ന ആളൊന്നും കൊച്ചി എയർപോർട്ടിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടി നോക്കി ഘട്ടം ഘട്ടം എടുത്തു ചാടി പോകാവുന്ന ഒരു പ്രോജക്റ്റല്ല ഇതൊന്നും. ഇതെല്ലാം നമ്മൾ ആലോചിച്ചതിന് ശേഷം എല്ലാം ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമുക്ക് തുടങ്ങാവുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം അത് തുടങ്ങിയിരിക്കും. വൈകാതെ തന്നെ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ നമ്മുടെ മൊത്തം പ്രോജക്റ്റിൻ്റെ ഭാഗമല്ലേ. പിന്നെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി മേഖല ശ്രീധരൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മേഖലയാണ്. അത് വയബിൾ ആകണമെങ്കിൽ അദ്ദേഹം ഇതുകൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈപ്പിൻ മേഖലകൾ. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് ആവശ്യം വളരെ വലുതാണ്. നമുക്ക് പരിമിതമായ സാമ്പത്തിക സൗകര്യങ്ങളേ ഉള്ളൂ. തീർച്ചയായും. ഞാൻ വിനയ് ഫോർട്ട് ഇപ്പോഴും ലൈനിൽ തുടരുകയാണ്. വിനയ് ഫോർട്ട്, താങ്കൾ കൊച്ചി മെട്രോയിൽ എന്ന് താങ്കളുടെ യാത്ര എന്ന് പ്രതീക്ഷിക്കാം? സുഹൃത്തുക്കളൊക്കെ ഒപ്പം ഉണ്ടാകുമോ? അല്ല, അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത ദിവസം, എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങൾ വലിയ തിരക്കായിരിക്കും. അതിനുശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഫുൾ ഫാമിലിയോടുകൂടി യാത്ര ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചിയിലെ മെട്രോ അനുഭവം സാധ്യമാകണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ്. നോക്കാം. പിന്നെ മനസ്സിലൊരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇതൊരു പുതിയ തുടക്കമാണല്ലോ. കാര്യം പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ളൊരു നഗരത്തിൽ പ്രത്യേകിച്ച് മഴ കൂടി പെയ്ത് കഴിഞ്ഞാലുള്ള ട്രാഫിക് നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ട്രാഫിക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആളുകൾക്ക് വളരെ സുഗമമായ ഒരു യാത്ര മെട്രോന് നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും നാടിൻ്റെ മെട്രോ സ്വപ്നങ്ങൾ സബലീകരിക്കപ്പെടട്ടെ. വീണ്ടും മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.